നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യർ നിർമ്മിക്കുന്ന ഏതൊരു പ്രോഡക്റ്റിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മുടെ ബേക്കറി ഷോപ്പുകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഒരു റൊട്ടി മുതൽ അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വിമാനങ്ങൾക്ക് വരെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എന്തിനധികം 20 വർഷം കഴിഞ്ഞാൽ നമ്മുടെ നിരത്തിൽ ഓടിക്കുന്ന വാഹനങ്ങൾ പൊളിച്ച് കളയണമെന്നാണ് ഗവൺമെന്റുകൾ നിഷ്കർഷിക്കാറ്. അങ്ങനെയെങ്കിൽ നിർമ്മിച്ച കാലയളവിൽ 50 വർഷക്കാലം മാത്രം ആയുസ് പറഞ്ഞിരുന്ന ഒരു ഡാം അതിന്റെ കേടുപാടുകൾ സഹിതം മുന്നോട്ട് പോയാൽ പോലും ഏറിപ്പോയാൽ 100 വർഷം എന്ന് പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാം ഇപ്പൊ 100 പിന്നിട്ട് 125 കഴിഞ്ഞ് 126 വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മൾ ഭയപ്പെടുന്നത് പോലെ ഒരു വലിയ പ്രശ്നമുണ്ടായാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഭൂകമ്പ ബാധിത സാധ്യതയുള്ള ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിന്റെ ഒരു നല്ല ഭാഗം തന്നെ ഇല്ലാതെയായി തീരും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. പക്ഷേ ഭരണകൂടങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടോ അതോ മനസ്സിലാക്കാത്തത് കൊണ്ടോ തികഞ്ഞ നിസ്സംഗത പുലർത്തുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ നിന്നുള്ള ന്യൂയോർക്ക് ടൈംസിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഇന്ത്യയിലെ അപകടകരമായ ഡാമുകളിൽ, ഇന്ത്യയിലെയും ചൈനയിലെയും കണക്കുകൾ അവർ പറയുന്നുണ്ട്, 28,000-ഓളം ഡാമുകൾ അപകടസ്ഥിതിയിലായിരിക്കുന്നു. അതിലെ 1ാം സ്ഥാനത്ത് എന്നതുപോലെ നിൽക്കുന്നത് കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാം ആയിരിക്കും അത്രേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഏതാണ്ട് 40 ലക്ഷത്തിലധികം മനുഷ്യ ജീവനുകൾ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടും. വളരെ ഭയജനകമായ ഈ അവസ്ഥയിൽ തങ്ങളുടെ ജീവൻ കയ്യിലെടുത്ത് പിടിച്ച് ജീവിക്കുന്ന നിരവധി ആൾക്കാര് ഈ ഡാമിന്റെ പരിസരങ്ങളിൽ മാത്രമല്ല അനേക ജില്ലകളിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സന്ദർഭത്തിൽ ഷെക്കേന ബിഗ് ഡിബേറ്റ് ഈ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയാണ്. മുല്ലപ്പെരിയാറിൽ മരണമണി മുഴങ്ങുമ്പോൾ നിസ്സംഗതയോടെ ഇരിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു അഡ്വക്കേറ്റ് റസൽ ചോയി. അദ്ദേഹം ഈ മുല്ലപ്പെരിയാർ വിഷയങ്ങളുമായിട്ട് നിരന്തരമായി ഇടപെട്ട് സംസാരിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഒപ്പം ഫാദർ റോയി കണ്ണഞ്ചിറ CMI സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ രംഗത്ത് നിന്ന് BJPയുടെ വക്താവ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു, ഒപ്പം ഈ പ്രദേശങ്ങളിൽ തന്നെ താമസിക്കുന്ന പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ മുൻ MLA ശ്രീ PC ജോർജിനെയും പ്രതീക്ഷിക്കുന്നു. 4 പേർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം ശ്രീ റസൽ ജോയി, നമ്മൾ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു വലിയ അപകട അവസ്ഥ ഈ ഡാമിന് വാസ്തവത്തിലുണ്ടോ? കാരണം അനേക വർഷങ്ങളായിട്ട് നമ്മൾ ഈ അപകടാവസ്ഥയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റുകളൊക്കെ പറയുന്നത് പോലെ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇതിന്റെ അപകടാവസ്ഥ എത്രമാത്രം രൂക്ഷമാണ്? നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഷെക്കേന TV എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ക്രിസ്ത്യൻ ചാനലാണ്. അപ്പോ ഒരു ആത്മീയമായ ആംഗിളില് തുടങ്ങിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ജോർജ് എന്ത് പറയുന്നു? തീർച്ചയായും നമ്മൾ നോക്കുമ്പോ ക്രിസ്ത്യാനികളുടെ ഇടയിൽ 2 പ്രബല സമുദായങ്ങൾ വർഷങ്ങളായിട്ട് അടിയാണ്, പള്ളിക്കകത്തും പുറത്തും. പലപ്പോഴും പോലീസ് പള്ളിയിൽ കയറുന്നു, അച്ഛന്മാരെ അടക്കം തല്ലുന്നു. ഇതൊക്കെ നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. റീസെന്റ് ആയിട്ട് കത്തോലിക്ക സഭയില് എറണാകുളത്തെ ബസലിക്ക പള്ളി എന്ന് പറയുന്നത് കത്തീഡ്രൽ പള്ളിയാണ്. അവിടെ മധുബഹയില് കയറിയിട്ട് ദേവാലയം അശുദ്ധമാക്കി എന്ന് മാത്രമല്ല ബലിപീഠം വരെ അശുദ്ധമാക്കിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതും ഇതും തമ്മിലുള്ള ബന്ധം എന്താ? അതാ ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. നമ്മള് ലിബിയയിലേക്ക് നോക്കുക. ഡെർണ ഡാം, മുല്ലപ്പെരിയാർ ഡാമിന്റെ
15/2 ഓരോ TMC വീതം 2 ഡാമിലേ ഉള്ളൂ. 15/2 വെള്ളം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അത് തകർന്ന് പ്രളയജലത്തോടൊപ്പം കടലിലേക്ക് പോയപ്പോ ഞാൻ 10 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. കടൽ ഒരു സുനാമി പോലെ തിരിച്ചു വരും എന്നുള്ളത്. നമ്മളവിടെ കണ്ടു 7 നിലയുള്ള കെട്ടിടം. 7 നിലയുള്ള കെട്ടിടം. ആ കെട്ടിടത്തിന്റെ മുകളിലൂടെയാണ് ജലം വന്നത്. അതായത് ഡെർണ നഗരത്തെ നക്കി തുടച്ചുകൊണ്ട് കടൽ പിൻവാങ്ങി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഞാൻ നേരത്തെ ജോർജ് ചോദിച്ചല്ലോ, അതും ഇതുമായിട്ട് എന്താ ബന്ധമെന്ന്. ദേവാലയം അശുദ്ധമായ ഒരു കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. കർത്താവ് ചാട്ടവാർ എടുത്തത് ദേവാലയം അശുദ്ധമാക്കിയപ്പോഴാണ്. അപ്പോ കരുതിയിരിക്കണം. ഇവിടെ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങൾ, ദേവാലയം അശുദ്ധമാക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ നടത്തുന്ന ആളുകളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. കരുതിയിരിക്കുക. കാക്കൊടുത്ത് ചാരം പൂശി പശ്ചാത്തപിക്കുക. അല്ലെങ്കിൽ കടൽ കേറി വരും, നക്കി തുടച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഇനി മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്തിനാണ് ചർച്ച? അവസാന മണിക്കൂറിൽ എന്ത് ചർച്ച? 128 വർഷമായി ഡാം പഴകി നിൽക്കുന്നു. അത് സുർക്കി എന്ന് പറയുന്ന ഇന്നത്തെ കോൺക്രീറ്റ് M30 കോൺക്രീറ്റിനേക്കാളും 6-1 ശക്തിയുള്ള M5 കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ സുർക്കി പകുതി മുക്കാലും അവിടെ നിന്ന് ഒലിച്ചു പോയി പൊള്ളയായിട്ടിരിക്കുന്നു. അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് കോൺക്രീറ്റ് ക്യാപ്പിംഗ് നടത്തിയപ്പോൾ ഡാം താഴേക്കിരുന്ന് ഒടിഞ്ഞിരിക്കുന്നു. ഗൂഗിളിൽ നോക്കിയാൽ ഡാം ഇപ്പൊ നേരെയല്ല, വളഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത്രയും അപകടാവസ്ഥയിലുള്ള ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷനാണ്. ഇനിയിപ്പോ ചർച്ച ചെയ്യാൻ പോലും സമയമില്ല. കാരണം ഭൂകമ്പങ്ങൾ പെരുകി വരുന്നു. 84 ഡാംസ് കൂടെ ഉണ്ട്. ഈ 84 ഡാംസ് ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമിന് മാത്രം 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വെള്ളത്തിനടിയിലാണ്. അപ്പൊ 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തെ വാട്ടർ പ്രഷർ ഉണ്ട്. ഇടുക്കി ഡാം 65 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തെ വാട്ടർ പ്രഷർ ഉണ്ട്. ഈ പ്രഷർ കൊണ്ട് 84 ഡാംസിന്റെയും പ്രഷർ കൊണ്ട് ഭൗമാന്തർഭാഗത്തുള്ള പാറകളുടെ അടുക്ക്, ലെയേഴ്സ് ഓഫ് റോക്സ്, അത് തെന്നി മാറി തമിഴ്നാട് വരെ പോയിട്ട് ഈ ഡാമുകളുടെ അടിയിലെല്ലാം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഭൂകമ്പം കെട്ടുകേൾവിയില്ലാത്ത കേരളത്തില്, ഈ കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലാണ്. 3rd സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ റിക്ടർ സ്കെയിലിൽ 7+ വരുന്ന ഭൂകമ്പം ഉണ്ടാകാം എന്നുള്ളതാണ്. എറണാകുളത്ത് അനൌദ്യോഗികമായ റിപ്പോർട്ടുണ്ട്. എറണാകുളത്ത് ഒരു എപ്പി സെന്റർ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ 7+ വരുന്ന ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. 2012 22 ഭൂകമ്പം ഉണ്ടായത് തുടർന്ന് ഇങ്ങനെ വന്ന് 3.4 ഫിനിഷ് ചെയ്തിരിക്കുന്ന കേരളത്തില്. കോട്ടയത്ത് 2 ആഴ്ച മുമ്പ് ഒരു മുഴക്കം ഉണ്ടായില്ലേ? തൃശ്ശൂര് മുഴക്കം ഉണ്ടായില്ലേ? എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഈ നാട് പൊട്ടിത്തെറിച്ചു പോകാമെന്ന് തന്നെയാണ്. അത്തരം ഒരു ജനങ്ങളുടെ ഒരു ജീവൽ പ്രശ്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോർജിനോട് ചോദിച്ചത്. ഏതൊക്കെ MLA-മാരെ വിളിച്ചു, ഏതൊക്കെ MP-മാരെ വിളിച്ചു ഈ ചർച്ചയിലേക്ക്? എന്തുകൊണ്ടാണ് അവർ വരാത്തത് എന്ന് പറയണം. 128 വർഷം പഴക്കം. ഞാൻ സുപ്രീം കോടതി കൊടുത്ത കേസ് ഇത്രയേ ഉള്ളൂ. റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ചതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണം. എന്താണ് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ? എന്താണ് റിലയബിലിറ്റി സയൻസ്? ഇപ്പൊ നമ്മള് നേരത്തെ ജോർജ് പറഞ്ഞ പോലെ വിമാനങ്ങൾ വാങ്ങുന്നു. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് റാഫേൽ എയർക്രാഫ്റ്റ് ഫ്രാൻസിൽ നിന്ന് വാങ്ങി. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ദ വെരി ഡേ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് അത് എടുത്തു മാറ്റും. നമ്മുടെ ആർമി വാങ്ങുന്ന ടാങ്കുകൾ, അതിനൊക്കെ എന്ത് പറ്റാനാണ്? അതിനൊക്കെ പെയിന്റ് പോലും മാറിപ്പോയിട്ടുണ്ടാവില്ല. എങ്കിൽ പോലും അതിന്റെ വെരി ഡേ ഓഫ് എക്സ്പയറി അത് ഇന്ത്യൻ ആർമിയിൽ നിന്ന് എടുത്തു മാറ്റും. എന്തുകൊണ്ട്? രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല. എന്നിട്ട് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സിൽ നിന്ന് പോലും അത്തരം ഉപകരണങ്ങളെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എടുത്തു മാറ്റുമെങ്കിൽ 1.5 കോടി ജനങ്ങൾ ഇതിന്റെ അടിയിലുണ്ട്. പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെ ഡയറക്ട് ലൈനിലുണ്ട് 1.5 കോടി ജനങ്ങള്. ഇവരുടെ ജീവൻ രാജ്യസുരക്ഷയുടെ ഭാഗമല്ലേ? സദേൺ നേവൽ കമാൻഡ് കൊച്ചിയിലുണ്ട്.
ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. NAD നേവൽ ആർമമെന്റ് ഡിപ്പോ കൊച്ചിയിലുണ്ട്, അതും ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. ഈ ഡാം തകർന്നു കിടക്കുമ്പോഴാണ് ചൈന ഒരു വാർ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇന്ത്യ എങ്ങനെ പ്രതിരോധിക്കും? വലിയ ഒരു സുരക്ഷാ വീഴ്ചയല്ലേ ഈ ഡാം മുകളിൽ നിൽക്കുന്നത്? ഇതെന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കാത്തത്? ഇവിടുത്തെ സാമുദായിക നേതൃത്വം മനസ്സിലാക്കാത്ത എന്താണ്? ഇവിടുത്തെ ജാതി നേതൃത്വം മനസ്സിലാക്കാത്ത എന്താണ്? മനുഷ്യന്റെ ജീവന് ജാതിയും മതവും ഒക്കെ ഉണ്ടോ? രാഷ്ട്രീയവും ഉണ്ടോ? ഇത് ചർച്ച ചെയ്ത് വലിച്ചു നീട്ടാവുന്ന ഒരു വിഷയമേ അല്ല. ഇന്നിപ്പോ ഞാൻ സംസാരിക്കുന്ന, നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം പോലും ഇത് സംഭവിക്കാം. നമ്മൾ കണ്ടില്ലേ, 36 ഡാംസ് തകർന്ന് തരിപ്പണമായി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് സംസാരിക്കുന്നത്. അതൊന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം, എന്നെ കാണുന്ന പ്രേക്ഷകരും മനസ്സിലാക്കണം. എന്നിട്ട് എന്തായി? അവര് മരിച്ചു, അവര് പോയി, അത്രയേ ഉള്ളൂ. ഞാനും നമ്മളും ഒക്കെ മരിച്ചാൽ അത്രയൊക്കെ വിലയുള്ളൂ. ഇത് കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കൊച്ചിയിൽ നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് കൊച്ചി വരെ വരുന്ന ഒരു നീണ്ട ബെൽറ്റ് ഉണ്ട്. ഇവിടെ കുഴിച്ചു കഴിഞ്ഞാൽ ഭൂം പറഞ്ഞ് പൊങ്ങും നാച്ചുറൽ ഗ്യാസ്. മൾട്ടിപ്പിൾ ട്രില്യൺ ഡോളേഴ്സിന്റെ നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. ഇതെടുക്കാനാണ് ഇവര് ജനങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. കരിമണല് അതും ട്രില്യൺ ഡോളേഴ്സിന്റെ കരിമണലാണ്. ഇന്ന് കുറെയൊക്കെ എങ്ങനെയൊക്കെ വാരി എടുക്കുന്നുണ്ട്. എത്ര വാരിയാലും തീരാത്ത കരിമണൽ ശേഖരം കേരളത്തിലുണ്ട്. അത് വാരിയെടുക്കാനാണ് ജനങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഏതാനും കുറച്ചു പേരുടെ മാത്രമാണ് കേരളം. നമ്മൾ ചിന്തിക്കണം, നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് ഇതിപ്പോ എത്രയോ കാലങ്ങളായി, ഞാൻ തന്നെ 10 വർഷമായി ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ചർച്ച ചെയ്ത് ഇരിക്കാനുള്ള ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ വിഷയം, ജനങ്ങളുടെ ജീവന്റെ വിഷയം. നമ്മുടെ കുഞ്ഞു മക്കൾ ഈ ചെളി കിടന്ന് പടഞ്ഞവരുടെ മൂക്കിൽ ചെളി കയറുമ്പോ അച്ഛന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുള്ളൂ. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കില്ല, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കൂല. 140 MLA-മാർക്ക് ഞാൻ കത്തെഴുതി, നിങ്ങൾ നിയമസഭയിൽ പറയണം, കേരള സർക്കാർ എന്റെ കേസിൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിരിക്കുന്ന കേസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ? കേരള സർക്കാരിന് പിന്തുണ, അതായത് ഞങ്ങൾക്ക് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണതിന് ഞങ്ങൾക്ക് വിരോധമില്ല. അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും. ഈ രണ്ട് സെന്റൻസ് പറഞ്ഞിട്ട് ഒരു അഫിഡവിറ്റ് ഇടാനായിട്ട് കേരളത്തിലെ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ആവശ്യപ്പെടാനായിട്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. പിന്നെ ആരെ ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കേണ്ടത്? നമ്മുടെ മക്കളുടെ കാലമാരെയോ? നമ്മുടെ മക്കളുടെ അന്ധകരെയോ? ഈ രാജ്യത്തിന്റെ പ്രകൃതിയുടെ അന്ധകരെയോ? ശ്രീ നോബൽ മാത്യു സാർ ഇവിടെ വന്നിരിക്കുമ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ട്. BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയെങ്കിലും ഇത് ജനങ്ങളുടെ ഭാഗത്തുണ്ടല്ലോ, വലിയ സന്തോഷം തോന്നാണ്. വേറെ ഒരു പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു പഞ്ചായത്ത് മെമ്പർ വരെ ഷക്കീന ടി വിളിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ? എന്ത് രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്? ദേവഗൌഡജി, ഫോമർ പ്രൈം മിനിസ്റ്റർ ദേവഗൌഡജി, ഞാനുമായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ കേരളത്തിൽ എന്ത് ജനങ്ങളാണെന്നാണ് ചോദിക്കുന്നത്. ഇത്രയും പഴക്കമുള്ള ഒരു ഡാമിന്റെ അടിയിൽ കിടന്നുകൊണ്ട് റിപ്പയർ ചെയ്തോ ഇല്ല എന്നാണ് ഇപ്പോഴും ചിന്ത. റിപ്പയറിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഔട്ട്ഡേറ്റഡ് ആണ്. ലോകത്ത് ഇന്നൊന്നും ഒരു സാധനം, വികസിത രാജ്യങ്ങൾ ഒരു സാധനം റിപ്പയർ ചെയ്യാറില്ല. അമേരിക്കയിലൊക്കെ 40 വർഷം കഴിഞ്ഞ പാലം, 40 വർഷം കഴിഞ്ഞ ഡാം. റസൽ ജോയ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ PC ജോർജ്, ഈ ഇത്രയും ഭീകരമായ ഒരു അവസ്ഥ അഡ്വക്കേറ്റ് റസൽ ജോയ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പ് അദ്ദേഹത്തെ പോലെ അനേകരും ഇതുപോലെയുള്ള ഭീകരാവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചിട്ടും ഇവിടുത്തെ മാറി മാറി വരുന്ന സർക്കാരുകൾക്കോ പ്രതിപക്ഷത്തിനോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് ഏതാണ്ട് 40 ലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്ന ഇത്രയും ഭീകരമായ ഈ പ്രശ്നത്തിൽ ഇവിടുത്തെ ഗവൺമെന്റുകൾക്ക് യാതൊരു താല്പര്യവുമില്ലാതെ നിസ്സംഗത അവസ്ഥ തുടരുന്നതിന്റെ കാരണം എന്തായിരിക്കും? ശ്രീ PC ജോർജ്, അങ്ങും ഇതുപോലെയുള്ള ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തിന്റെ ഇരയായി തീരുന്ന ഒരു പ്രദേശത്ത് വസിക്കുന്ന ആളാണല്ലോ അങ്ങ്. വക്കീല് വികാരം കൊള്ളുന്ന കണ്ടു ഞാൻ. പക്ഷെ വക്കീലും ഒരു 10-26 കൊല്ലം മുമ്പേക്ക് വേണം ആരും ഇതിന് പറയുണ്ടെന്ന്. ഞാന് 96-ൽ പെറ്റീഷൻ, ഞാൻ ചരിത്രത്തിലേക്ക് പോയല്ല, 96 പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ആയപ്പോ ഞാൻ തന്നെ മുല്ലപ്പെരിയാർ 5 പ്രാവശ്യം വിസിറ്റ് ചെയ്തതാണ്.
96 പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ എന്ന് എനിക്കൊരു പരാതി കിട്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നത്. കുമളിയിലെ മർച്ചന്റ് അസോസിയേഷൻ പരാതി തന്നത്. ഞാൻ അവരുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾ പരാതി തരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ, ഇത് 1896 കമ്മീഷൻ ചെയ്ത ഒരു ഡാമാണ്. അത് സുർക്കി കൊണ്ടുണ്ടാക്കിയതാണ് ആ ഡാം. പ്രധാനപ്പെട്ട കാര്യം, ഈ ഡാമിന് വേണ്ടി അവിടെ ഒരു അഭിയന്തനായ വൈദ്യന്റെ നേതൃത്വത്തിൽ വലിയ സത്യാഗ്രഹം നടന്നു. ആ സത്യാഗ്രഹത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഞാൻ ചരിത്രം പറയുമ്പോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുമ്പളിയിൽ നിന്ന് ഞാൻ നേരെ സ്പീഡ് ബോട്ടിൽ ഞാനും നമ്മുടെ ഇടുക്കിക്കാരനായ ആഗസ്തി MLA എന്റെ അവിടുത്തെ സ്പീഡ് ബോട്ടെ കയറി ഞങ്ങൾ സ്പീഡിൽ ചെന്നു. ബാക്കിയുള്ള MLA-മാർ വെറുതെ പുറകെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ കാണുന്ന ഭാഗം, ഞങ്ങൾ ഡാമിൽ ചെന്നു. ഞാൻ ഡാമിൽ കയറുകയാണ്. കയറുമ്പോ തമിഴ്നാട് ഇറിഗേഷൻ PWD അത് ഒന്നവിടെ, അതിന്റെ ചീഫ് എഞ്ചിനീയർ മുതൽ IAS സെക്രട്ടറി മുതൽ ഒരു 50ഓളം ഉദ്യോഗസ്ഥന്മാരുടെ കാവൽ നിൽക്കുക. കേരളത്തിന് വേണ്ടി ആരുണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തിന് ആരും ഇല്ല. നമ്മുടെ പുറകെ വരാൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചീഫ് എഞ്ചിനീയർ തന്നെയാണ് ചാർജ് ആണെന്ന് തമിഴ്നാട് എന്ന് മാത്രമല്ല കാപ്പാത്തിങ്കി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കഴിഞ്ഞ് നമ്മുടെ ഇറിഗേഷന്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നു. എന്റെ കമ്മിറ്റിയാണല്ലോ, കമ്മിറ്റി വിളിച്ചിരിക്കുക. അവിടെ വന്നു ചോദിച്ചപ്പോ അവർക്ക് ഒരു സെക്ഷൻ ഓഫീസ് പോലും മുല്ലപ്പെരിയാറിന്റെ പേരില്ല. മതിയോ? നമ്മുടെ ഗവൺമെന്റിന്റെ നിലയാണ് പറഞ്ഞു വരുന്നത്. അവിടെ ഞാൻ ചൂടായി. കമ്മിറ്റി റിപ്പോർട്ട് വെച്ചു. ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ അവിടെ പോസ്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് വീണ്ടും പോയി ഞാൻ. അവിടെ ചെന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുല്ലപ്പെരിയാർ ഡാം വെള്ളം 136 നിർത്തണം ഇവർ പറയുന്നത്. അത് 136 നിൽക്കാതെ പൊങ്ങിയാലും വെള്ളം ഒഴുകി പോകാൻ മാർഗമില്ല. അവിടെ പോയി കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവിടെ നിരപ്പായ സ്ഥലത്ത് ഇവർ മണ്ണ് കൂട്ടിപ്പൊക്കുകയും ചെയ്ത തമിഴ്നാട് വെള്ളം ഒഴുകാതെ. അത് നീക്കിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ ഫ്രണ്ടിലായി 5 പാലും കൂടി ഓപ്പൺ ഗേറ്റ് കൂടി ഞങ്ങളുടെ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വെച്ചതാണ്. ഇത് കഴിഞ്ഞ് ഈ ഡാം സുരക്ഷിതമല്ലെന്നും ബേബി ഡാം ഉണ്ടെന്നും ഇത് അപകടകരമായ നിലയിലാണെന്നും ഇത് പൊളിച്ചു പണിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി. അതിനകത്ത് ഇപ്പൊ MB ജയരാജൻ MLA ആയിരുന്നു, അദ്ദേഹമുണ്ട്. കോടി ബാലകൃഷ്ണൻ അദ്ദേഹമുണ്ട്. അങ്ങനെ ഒത്തിരി വലിയ നേതാക്കന്മാരുള്ള ഒരു കമ്മിറ്റിയായിരുന്നു. പക്ഷെ ആ റിപ്പോർട്ടൊക്കെ എവിടെ പോയി എനിക്കറിയത്തില്ല. 3 or 4 റിപ്പോർട്ട് പെറ്റീഷൻ കമ്മിറ്റി കൊടുത്താണ് ഈ ഡാം സംബന്ധിച്ച്. സുർക്കി ഡാം ആയതുകൊണ്ട് ഉടൻ പൊട്ടും എന്നാണ് ഞാൻ പേടിച്ചത്. പക്ഷെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ 3ാമത് ഞാൻ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചത് തമിഴ്നാടുകാർ സ്ട്രെങ്തൻ ചെയ്തിരിക്കുക. നിങ്ങൾക്ക് അറിയില്ല, ഇന്ന് കഴിക്കുന്നത് ഞാൻ പേടി തോന്നുന്നുണ്ട്. ഈ ഡാമിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്, പണി തുടങ്ങുന്ന സ്ഥലം, മണ്ണ് മാന്തുണ്ട്. ആ സ്ഥലത്തേക്ക് ഇറങ്ങാൻ സ്ഥലമുണ്ട്. ഞാന് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു മലയാള എഞ്ചിനീയർ എന്നെ വിളിച്ച് വിവരം പറഞ്ഞനുസരിച്ച് ഞാൻ അവിടെ ചെന്നിട്ട് പുറകോശത്തോട്ട് ഇറങ്ങി. പള്ളം മൂടി കിടക്കുന്ന സ്ഥലം ഞാൻ പള്ള മാറ്റാൻ പറഞ്ഞു. ആ പള്ളയെല്ലാം മാറ്റിയപ്പം ഒരു ചെറിയ ഒരാൾക്ക് ഇറങ്ങി പോകുന്ന ഒരു വഴികൾ. ഇന്നാണെ ഇറങ്ങില്ല, അന്നത്തെ ആവേശം ചെറുപ്പമല്ലേ, ഞാൻ ചാടി ഇറങ്ങി. കൂടെ MB ജയരാജനും ആഗസ്തി MLA-യും വന്നു. അപ്പൊ അമ്മ ലൈറ്റ് ഇട്ട് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ല, ലൈറ്റ് ഇട്ട് അതിനകത്ത്. താഴെ ചെന്നപ്പം ഒരു അരുവിയിൽ കൂടെ വെള്ളം ഒഴുകുന്ന പോലെ ഡാമിന്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇത് വളരെ അപകടകരമാണ് എന്ന് എനിക്ക് തോന്നി. അത് സാറിന് ആരും കാണാത്തതാണ്, പക്ഷെ ഞാനത് ബലമായിട്ട് കയറി കണ്ടതാണ്. ഏതായാലും അത് തമിഴ്നാട്ടുകാർ കരച്ചിലാണ്. ഓർഡർ സ്ട്രെങ്തൻ ചെയ്യാൻ അത് കഴിഞ്ഞാൽ സ്ട്രെങ്തൻ ചെയ്യുന്നത്. സ്ട്രെങ്തൻ ചെന്ന് കഴിഞ്ഞ് വീണ്ടും പോയി ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ അവിടുത്തെ വെള്ളം ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പൊ പക്ഷെ എന്നാലും ബേബി ഡാം ഉൾപ്പെടെ എടുത്താകുന്നല്ലോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 1895 പണി 96 കമ്മീഷൻ ചെയ്തു. ഇപ്പൊ എത്ര കൊല്ലമായി ആലോചിച്ച്? ഇത്രയും കൊല്ലം 150 കൊല്ലത്തിനകത്ത് 50 കൊല്ലം കഴിഞ്ഞ് ഡാം പൊട്ടിച്ചു കളയാ. മറ്റു രാജ്യങ്ങളിലെല്ലാം ഇവിടെ ഈ ഡാം വെച്ചോണ്ടിരിക്കുക. സുർഖി ആയതുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല കേട്ടോ. സിമെന്റാണ് ഇതിനു മുമ്പ് പൊട്ടി ഒരു 30-35 ലക്ഷം ജനം പോയേനെ. ഇവിടെ സക്കീന പറയുന്ന പോലെ ക്രിസ്ത്യാനികൾ മാത്രം പോകുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ ഒരു കണക്കാണ്. അങ്ങനെ നമ്മൾ പറയുന്നില്ല. നമ്മൾ പറഞ്ഞത് ഈ പ്രദേശങ്ങളില്
കൂടുതലും ക്രൈസ്തവരാണ് വസിക്കുന്നത്. ഞാൻ പറയാം, ഞാൻ അത് പരിശോധിച്ചിട്ടുള്ള ജീവൻ എല്ലാവരുടെയും ഒരുപോലെയാണ്. അതെ, പക്ഷെ പരിശോധിച്ചിട്ടുള്ളതാണ്. പക്ഷെ ബിനോയ് പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്. ഒന്നാമത് ഇവിടുത്തെ കത്തോലിക്കൻ എന്ന് പറയുന്നത് തീർന്ന് ഇതേ 9-10% ഉള്ളൂ. ആകെ ക്രിസ്ത്യാനി 16 ഉള്ളൂ ഇപ്പൊ. ഇത് മുല്ലപ്പെരിയാർ നടന്നാൽ കത്തോലിക്കൻ എന്ന് പറഞ്ഞൊരു സാധനം പിന്നെ കേരളത്തിൽ കാണാൻ സാധ്യതയില്ല. അത് ബിനോയ് പറഞ്ഞ സത്യമാണ്. പക്ഷേ നൂറുകണക്കിന് SNDPയുടെയും മുസ്ലിം സഹോദരങ്ങളും NSSന്റെയും സഹോദരങ്ങളും മരിക്കും. ക്രിസ്ത്യാനി മാത്രമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു തോന്നുന്നു. പക്ഷെ ബിനോയ് പറഞ്ഞതിനകത്ത് ഒരു സത്യമുണ്ട്. കത്തോലിക്കൻ പിന്നെ കേരളത്തിൽ കാണുകയില്ല. പിന്നെ കത്തോലിക്കിന് വേണ്ടി ഒരു കാര്യത്തിൽ ആരും വിഷമിക്കേണ്ടി വരികയില്ല. ഇത് ഇത്രയും ബഹളം വെച്ചിട്ട് വേറൊരു കാര്യം സൂചിപ്പിക്കാം. PJ ജോസഫ് കൂടി ചേർന്നുകൊണ്ട് ഇടുക്കിയുടെ MLA ആണ് അദ്ദേഹം, മന്ത്രി കൂടെ. ഞങ്ങൾ വിശദമായ ചർച്ച നടത്തിയിട്ട് അവിടെ ഇപ്പോഴത്തെ ഡാമിന്റെ അവിടെ നിന്ന് 900 മീറ്റർ താഴെ ഒരു ഡാം പണിയുന്നതിന് സ്ഥലം കണ്ടെത്തുകയും ഉദ്യോഗസ്ഥൻ പറയുന്ന റിപ്പോർട്ട് ചെയ്യുകയും അവിടെ ഡാം പണിയാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. കേരള സർക്കാർ അതിനൊരു ഫൈനൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തമിഴ്നാട് പറഞ്ഞു. അതിന് വീണ്ടും റിപ്പോർട്ട് കമ്മിറ്റിയായിട്ട് ഞാൻ അവിടെ പോയപ്പോ തമിഴ്നാട് സർക്കാരിന്റെ സെക്രട്ടറി വന്നു. ആ സെക്രട്ടറി പറഞ്ഞു, ഡാം പണി 1000 കോടിയോ 2000 ആയിക്കോട്ടെ, ഞങ്ങൾ പണിതോളാം. ഇതിന്റെ അപ്പുറത്തുണ്ട് അദ്ദേഹം പറഞ്ഞു. മനസ്സിലായോ? ഞങ്ങൾ ഡാം പണിതോളാം, നിങ്ങളുടെ വെള്ളം മതി എന്ന് പറഞ്ഞു. ആ തീരുമാനമെടുത്തിരുന്ന് ഇന്ന് പുതിയ ഡാം അവിടെ ഉണ്ടായേനെ. ഒന്ന് ആലോചിച്ച് എന്താണ് നമ്മുടെ മലയാളിക്ക് പറ്റുന്ന ഈ കാര്യത്തിൽ ഒരു ചരിത്രം കൂടെ പറഞ്ഞേക്കാം. ഈ ഡാം സംബന്ധിച്ച് ഒരു റെക്കോർഡും ഇല്ലായിരുന്നു 1970 വരെ. അതിന് കാരണം എന്താണെന്നറിയാമോ? രാജാവിന്റെ കാലത്ത് കൊടുത്ത വെള്ളമാണ്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങ് തുടരുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ EMS ഇത് എടുത്തെങ്കിലും ഇതേപോലെ തീരുമാനമെടുക്കാതെ EMS അങ്ങ് പിരിഞ്ഞു പോയി. ഇത് കഴിഞ്ഞ് അച്യുതമേനോൻ വന്നപ്പോ അച്യുതമേനോനാണ് അത് അച്യുതമേനോന്റെ ജീവിതത്തിൽ അച്യുതമേനോൻ ഏറ്റവും മാന്യായ മുഖ്യമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ആകെ പേരുദോഷം ഉണ്ടായി ഈ ഒറ്റ കാര്യം. അദ്ദേഹം ആ മുല്ലപ്പെരിയാർ ഡാമിന് ഉള്ള എഗ്രിമെന്റ് പുതുക്കി കൊടുത്തു. ഇത്ര കൊല്ലത്തേക്കെന്നല്ല, നൂറ്റാണ്ടുകൾ, അതായത് 800 999 വർഷം. 900 ഞാൻ മറന്നു 999 വർഷത്തേക്ക് തിരുത്തി കൊടുത്തു. എഗ്രിമെന്റ് ഇട്ട് കൊടുത്തു. ഇതിപ്പോ ഒരു മര്യാദകളുടെ ഒരു ഭരണാധികാരി കേരളത്തോട് ചെയ്യാൻ അദ്ദേഹത്തിന് പറയാമായിരുന്നു, ജീവകാലം മുഴുവൻ നിങ്ങൾ വെള്ളം എടുത്തോ, സന്തോഷം. കാരണം ഈ വെള്ളം കൊണ്ട് നമുക്ക് ലാഭമാണ്. അവിടുന്ന് വരുന്ന പച്ചക്കറി മുഴുവൻ നമ്മളാ തിന്നുന്നത്. അത് തമിഴ്നാടിനാണ് ഇത് കൃഷി, നമുക്കിവിടെ ഇടയില്ലല്ലോ. അവിടെ വെള്ളം കൊടുക്കുന്ന ഒരു തെറ്റുമില്ല. അത് വൃഷ്ടിപ്രദേശം മുഴുവൻ നമ്മുടേതാണ്, വെള്ളം മുഴുവൻ നമ്മുടേതാണ്. പക്ഷെ ഉപയോഗിക്കുന്ന മുഴുവൻ തമിഴ്നാടാണ്. ആയിക്കോട്ടെ, ആ തമിഴ്നാട് ഉപയോഗിക്കുമ്പോഴും ഞാൻ അതിന് താഴെ വരെ പോയി നോക്കിയിട്ടുണ്ട്. തേനി കമ്പമെല്ലാം പോയായിരുന്നു. അതിനകത്തൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ കൃഷിയാണ്, കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. കറണ്ട് ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചപ്പോൾ നമുക്ക് തടഞ്ഞു. കറണ്ട് ഉണ്ടാക്കാൻ സമ്മതിച്ചു. എന്റെ അഭിപ്രായത്തിൽ കറണ്ടോട് ഉണ്ടാക്കിക്കോട്ടെ, അത്രയും നല്ലതല്ലേ, രാജ്യത്തിന് നേട്ടമെന്ന് എന്റെ അഭിപ്രായം. ശ്രീ പി സി ജോർജ്, എന്റെ ചോദ്യം ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഇത്ര നിസ്സംഗത പുലർത്തുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു വാക്ക് പറയാം. നിസ്സംഗത പുലർത്തുന്നതിന് കാരണം എന്റെ ഒരു വിശ്വാസത്തിൽ സാമ്പത്തികമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാനിത് പറയാൻ കാരണം, എന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള വലിയ വലിയ ആളുകൾ അന്ന് ഞാൻ 2 റിപ്പോർട്ട് വെച്ചപ്പോൾ അവർക്ക് ഞെടുക്കുമായി എന്നെ സമീപിച്ചിരുന്നു. ഞാൻ അവരുടെ സ്നേഹത്തിൽ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ജീവനെ പറ്റി ചിന്തിക്കൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന പണം ഇവിടെ കൊണ്ട് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാതിരിക്കും. രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കാതെ നിങ്ങളൊരു എഗ്രിമെന്റ് വെച്ച് ഡാം പണിയാനുള്ള നടപടിയിലേക്ക് പോകാൻ പറഞ്ഞു. അവരത് തയ്യാറായി. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ കേരള സർക്കാർ ഡാം പണിയുന്നില്ല? കാരണം ഒരു വലിയ കനിയില്ലേ ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കില്ല കാശ് രാഷ്ട്രീയക്കാർക്ക്. പിന്നെ ഡാം പണിതാൽ പിന്നെ അത് പോയേ. അതുകൊണ്ടായിരിക്കാൻ തോന്നി. ഞാൻ അതങ്ങനെ ആരോടുമായിട്ട് പറയുന്നില്ല, എന്റെ മനസ്സിൽ തോന്നുക, എന്റെ വ്യക്തമായ ബോധ്യത്തോടെയാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഫാദർ റോയ് കണ്ണഞ്ചിറ, അല്പം മുമ്പ് അഡ്വക്കേറ്റ് റസൽ ജോയ് അല്പം ധാർമ്മിക രോക്ഷത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ ക്രൈസ്തവ നേതൃത്വം ഇന്ന് നിസ്സാരമായ കാര്യങ്ങളെ ചൊല്ലി തമ്മിലടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ദയവായി അത് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ മുട്ടിന്മേൽ നിന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കൂ, വലിയ ദുരന്തങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഒഴിവായി പോകുവാനെന്ന്.
നമുക്കറിയാം ഫാദർ, ഈ ഏതാണ്ട് 10 രൂപതകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണിത്, 5 ജില്ലകളിലായിട്ട്. അപ്പോ ശ്രീ പി സി ജോർജ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ക്രൈസ്തവരെ, പ്രത്യേകിച്ച് ഈ സുറിയാനി ക്രൈസ്തവരെ, അവര് കേരളത്തിൽ നിന്ന് ഏതാണ്ട് നാമാവശേഷമായി പോകുന്ന ഒരു സാഹചര്യം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് ഇപ്പൊ ഗവൺമെന്റ് ഇടപെടുന്നില്ല, പ്രതിപക്ഷം ഇടപെടുന്നില്ല, അത് ഓക്കെ. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ നേതൃത്വങ്ങള് ശക്തമായ രീതിയിൽ സമര പരിപാടികളുമായിട്ട്, ഇടുക്കിയിൽ പണ്ട് ഏലപ്പാറയിലെ ചപ്പാത്തില് അവിടെ സമരം ചെയ്യുകയും നിരാഹാരം കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊഴിച്ചാൽ നമ്മൾ എന്ത് ശക്തമായ നടപടികളാണ് എടുത്തിട്ടുള്ളത്? നമുക്ക് നിരവധി സംഘടനകളുണ്ടല്ലോ, KCYM പോലെയുള്ള യുവജന സംഘടനകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ പുതിയതായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന ഈ പല സംഘടനകൾ, SMYM, അതുപോലെ തന്നെ കാസ എന്ന് പ്രതികരിച്ചിട്ടുണ്ട്, ക്രോസ്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി സംഘടനകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ശക്തമായ ഒരു ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല? നമുക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ വിവിധ സ്ഥലങ്ങളിലെ വിവിധ രൂപതകളിലെ നേതൃത്വം എന്തുകൊണ്ടാണ് ഈ കാര്യത്തിലൊക്കെ ശക്തമായിട്ട് മുന്നിട്ടിറങ്ങാത്തത്? കാരണം ഇത് ക്രൈസ്തവരെ മുഴുവൻ ബാധിക്കുന്ന, ഞാൻ ആരെയും മാറ്റി നിർത്തുകയല്ല, കാരണം എല്ലാ മനുഷ്യരുടെയും ജീവന് ഒരേ വിലയാണ്, അതിന് ഒരു സംശയം വേണ്ട കാര്യത്തില്. നമ്മളെല്ലാവരെയും മാനിക്കുന്നു, എല്ലാവരുടെയും ജീവൻ ഒരുപോലെ തന്നെയാണ്. പക്ഷേ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ തുടച്ചു നീക്കി കളയാൻ പര്യാപ്തമാകുന്ന ഒരു ദുരന്തം കൺമുമ്പിൽ നിൽക്കുമ്പോഴും നമ്മളും ഇങ്ങനെ നിസ്സംഗതാവസ്ഥ തുടരുന്നത് ശരിയാണോ? ജോർജ് സാർ പറഞ്ഞ പോലെ ഇവിടെ നടന്ന ഈ സംവാദത്തില് അഡ്വക്കേറ്റ് റസൽ ജോയ് സാറും PC ജോർജ് സാറൊക്കെ സംസാരിച്ചപ്പോ ഈ ഒരു അണക്കെട്ട് എപ്പോ വേണേലും പൊട്ടാം എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത് ഈ മനുഷ്യാവകാശ ചിന്തകളുള്ള ഇത്തരത്തിലുള്ള പ്രതിനിധികൾ, ജനപ്രതിനിധികളും പോലെയുള്ള വക്കീലന്മാരുമൊക്കെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ മധ്യകേരളത്തിലെ 40 ലക്ഷത്തിലധികം വരുന്ന മലയാളികൾ ഇങ്ങനെയൊരു ദുരന്തമുണ്ടായാൽ തീർന്നു പോകുന്ന ഒരു അവസ്ഥയുമാണ്. ഈ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു ക്രൈസ്തവ സഭയുടെ, കത്തോലിക്ക സഭയുടെ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനല്ല എനിക്കിഷ്ടം. ഇവിടെ കൂടുതൽ മനുഷ്യരുള്ള, ഞങ്ങളാണ് കൂടുതൽ മനുഷ്യർ, അവിടെ കുറച്ച് മനുഷ്യർ. അങ്ങനെ മനുഷ്യത്വത്തിന് വലിപ്പച്ചെറുപ്പം ഒരിക്കലും കൽപ്പിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എല്ലാം അങ്ങനെ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല അച്ഛാ. ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ്, ഒരു സംശയം വേണ്ട. പക്ഷെ എന്നാൽ അതിൽ തന്നെ ഈ പ്രദേശങ്ങളിൽ ഭൂരിപക്ഷമായിട്ട് കാണപ്പെടുന്ന നമ്മൾ ഈ ക്രൈസ്തവ സമൂഹം കൂടുതൽ ഈ ജില്ലകളിലാണുള്ളത്. അവർ ഉറച്ചു നിൽക്കപ്പെടുമെന്നാ പറഞ്ഞത്. ക്രൈസ്തവ സമൂഹം മാത്രമല്ല, മനുഷ്യ സമൂഹം, മലയാളി സമൂഹം, അവര് ഇവിടെയാണ് ഒരാൾക്കെങ്കിലും ഒരു അപകടം നേരിടുന്നതെങ്കിൽ അവിടെ ജാതിമത പരിഗണനകളില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്ന് ആ ഒരു ദുരന്തത്തെ പ്രതിരോധിക്കാനും അതിജീവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക തന്നെ വേണം. ഇവിടെയും ആ ഭാഷയിൽ സംസാരിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെ മാത്രം ഒരു നേതൃത്വം കൊണ്ട് ഇതൊരു വർഗീയ ദുരന്തം അല്ലെങ്കിൽ ഒരു സമുദായ ദുരന്തം ആണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന്, ഇവിടെ വിവിധ സമുദായങ്ങളായിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, ഇതിന്റെ ഒരു അപകടാവസ്ഥയെ പറ്റി പൊതുജനങ്ങൾക്ക് ഒരു പ്രതിരോധത്തിനുള്ള ബോധമുണർത്തുന്ന രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് സഭയും ആ ബോധവൽക്കരണത്തിൽ പങ്കുചേരണം, അതിന്റെ അപകടം മനസ്സിലാക്കണം. എല്ലാ സംഘടനകളും, രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ എല്ലാ സംഘടനകളും കൈകോർത്തുകൊണ്ട് ഈ ഒരു വലിയ അപകടത്തെ പ്രതിരോധിക്കുക തന്നെ വേണം, ഒരു സംശയം വേണ്ട. അതേസമയം ഞാൻ അംഗമായിരിക്കുന്ന കത്തോലിക്ക സഭയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന്റെ ഭാഗം തന്നെയാണ് ഈ സഭാ സമൂഹം നിലനിൽക്കുന്ന ഇടങ്ങളിലുള്ള എല്ലാ മതസ്ഥരുടെയും സുരക്ഷിതത്വം.
എല്ലാ മതസ്ഥരുടെയും സുരക്ഷിതം. അതാണല്ലോ നല്ല സമറായന്റെ ഉപമയിലൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. അവശരാകാൻ സാധ്യതയുള്ള എല്ലാവരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് ഞാൻ പിന്മാറിയാൽ അത് ക്രൈസ്തവരോട് മാത്രമല്ല, ഒരു സമൂഹത്തോടും ഒരു കാലത്തോടും ചെയ്യുന്ന അനീതിയാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം ഇപ്പോൾ ഒരു വിദേശ മാധ്യമം റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയായി വരുന്നത്. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ അടുത്തൊരു വിഷയം കയറി വരും. മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയമോ ഒക്കെ ഇവിടെ കയറി വരും. ഉടൻ തന്നെ മീഡിയ മുഴുവൻ അങ്ങോട്ട് പോകും. നമ്മുടെ കേരളത്തിന്റെ ഒരു ഗതികേട് ഈ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തകൾക്കനുസരിച്ച് ചിന്തയെ ക്രമപ്പെടുത്തുക എന്നുള്ള ഒരു ഗതികേട് ഈ കേരളത്തിന്റെ മാനസിക ഈ സമൂഹ ബോധത്തിനുണ്ട് എന്ന് ഞാൻ നിരീക്ഷിക്കാറുണ്ട്. ഏത് കാര്യമാണോ മീഡിയ പൊതുവായിട്ട് പ്രൊജക്ട് ചെയ്യുന്നത്, ഉടനെ അതിന്റെ പുറകെ ചിന്ത അയച്ചു വിടുകയാണ്. അല്ലാതെ ഒരു ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു ദുരിത വിഷയത്തെ മുന്നോട്ട് നിർത്തി ഇതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഒരുമിച്ച് പറയാനുള്ള ശേഷിയില്ല. ഇവിടെ ഈ കേരളത്തിന്റെ പൊതുബോധം ഈ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും വീതം വെച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ പാർട്ടി എന്താണോ പറയുന്നത് അതാണ് എന്റെ ബോധം, എന്റെ മതത്തിന്റെ സംഘടന എന്താണോ പറയുന്നത് അതാണ് എന്റെ ബോധം. അതുകൊണ്ട് ഇവിടെ ഒരു പൊതുബോധം, കേരളത്തിനൊരു പൊതു മനസ്സില്ലാതെ കഴിഞ്ഞു. ഇവിടെ കേരളത്തിന് ഒരു പൊതു മനസ്സില്ലാതെയായി. ഇവിടെ മാർക്സിസ്റ്റ് മനസ്സുണ്ട്, ഇവിടെ കോൺഗ്രസ് മനസ്സുണ്ട്, ഇവിടെ ജനപക്ഷം മനസ്സുണ്ട്, ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ ഒരു കേരളത്തിന്റെ മലയാളി മനസ്സിനെ ഇവിടെ ഉണർത്തിയെടുക്കുക മാത്രമാണ് ഈ മുല്ലപ്പെരിയാർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന അപകടാവസ്ഥയ്ക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് എനിക്ക് തോന്നുകയാണ്. ഇവിടെ അതിന്റെ കൂടെ ക്രൈസ്തവ സമൂഹം ഉണരുക തന്നെ വേണം, കത്തോലിക്ക സഭ ഉണരണം, ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും രൂപതകളും ഉണർന്ന് പ്രതിനിധിക്കണം. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് മലയാളി മനസ്സിനെ ഉണർത്താൻ കഴിയുന്നു. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ചർച്ചയിലൂടെ ഉണർത്താൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ ഉരുത്തിരിയേണ്ടതെന്നാണ് എന്റെ ഒരു വിചാരം. അതിന് അച്ഛൻ എന്ത് നിർദ്ദേശമാണ് വെക്കാനുള്ളത്? അതിന് പൊതുവായ ചർച്ചകളിലൂടെ സംഘടനകൾ ഒരു വിഷയം ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചർച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് വേണ്ടി മാത്രമുള്ള ബെനിഫിറ്റ് എന്ന് ചിന്തിക്കുന്നുണ്ട് മറ്റെല്ലാവരും. ഏതെങ്കിലും ഇപ്പൊ കത്തോലിക്ക സഭയുടെ ഇവിടെയുള്ള 10 രൂപതകളിൽ മെത്രാന്മാർ ഒരുമിച്ച് ചേർന്ന് അല്ലെങ്കിൽ ഈ സംഘടനാ സംവിധാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ മുല്ലപ്പെരിയാറിനെതിരെ സമരം നടത്തുകയെന്ന് വിചാരിക്കും, ഉടൻ തന്നെ അത് വിഭാഗീയതയായി. അത്തരത്തിലുള്ള ഒരു മുന്നേറ്റമല്ല ഇവിടെ ഉണ്ടാവേണ്ടത്. ഇവിടെ ഗവൺമെന്റ് ഈ വിഷയത്തെ മുഖ്യധാര വിഷയമായി ടേക്കപ്പ് ചെയ്യുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സമുദായ സംഘടനകളെയും ഒരുമിച്ച് ചേർത്ത് മലയാള നാടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രതിരോധം തീർക്കുകയാണ് വേണ്ടത്. അത്തരത്തിലുള്ള ഒരു സമൂഹബോധ നിർമ്മിതി, ഒരു ജാഗ്രതാബോധ നിർമ്മിതി അത് കേരളത്തിൽ ഉണ്ടാകണം. അതിനാണ് PC ജോർജ് സാറും റസൂൽ ജോയി സാറും നോബൽ സാറും ഒക്കെ ഈ കേരളത്തിന്റെ പൊതുമാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവർ എന്നുള്ള നിലയിൽ നിങ്ങളൊക്കെ കൊണ്ടുവരേണ്ട ഒരു അന്തരീക്ഷം അതാണ്, ഒരു സംവാദ അന്തരീക്ഷം അതാണെന്നാണ് എന്റെ ഒരു വിചാരം. നമുക്ക് ഒരുമിച്ച് ഒരു ബോധ നിർമ്മിതി ഇവിടെ ഉണ്ടാകണം. അതിന് ആണ് നമുക്ക് ചർച്ച വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അഡ്വക്കേറ്റ് നോബൽ മാത്യു, കേന്ദ്രത്തിന് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയാണല്ലോ, BJP ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ BJPക്ക് ഈ കാര്യത്തിൽ എന്ത് റോളുണ്ട്? കേന്ദ്രത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാൻ പറ്റുകയല്ലേ? അപ്പൊ ഇവിടെ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ചെറിയ ചരിത്രം ഇവിടെ ബഹുമാനപ്പെട്ട PC ജോർജ് സാറും ബഹുമാനപ്പെട്ട അച്ഛനും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് റസൽ ജോയി ഒക്കെ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലുണ്ടായ 1-2 ധാരണകൾ മാത്രം ആദ്യം പറയട്ടെ. ഒന്ന്, ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചു, നമ്മുടെ ഇവിടെ പല BJP മനസ്സ്, CPM മനസ്സ്, കോൺഗ്രസ് മനസ്സ്, ജനപക്ഷ മനസ്സ്. ശരിയാ, അത് വളരെ ശരിയാ. ഞാന് പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലൊരു പ്രഭാരിയാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ നമ്മുടെ BJPക്കാരോട് തന്നെ ചോദിച്ചപ്പം അവിടെ ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ തമിഴ്നാട്ടിലെ BJP എന്നോ DMK എന്നോ ADMK എന്നോ നോക്കിയില്ല. അവരൊറ്റക്കെട്ട, തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ട. ഇവിടെ വരുമ്പം ഇത് ഇടതുപക്ഷമായി വലതുപക്ഷമായി BJP ആയി എന്ന് പോകുന്നു. അപ്പൊ സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്നതിൽ തുടക്കം മുതൽ നമ്മൾ പരാജയപ്പെട്ടു. അത് ചിലപ്പോൾ നമ്മുടെ ഭരണാധികാരികളുടെ കുഴപ്പമായിരിക്കും. ഒന്ന്, ഇന്ത്യ
ഈ കരാറ് ഉണ്ടാക്കിയത് 1886. അതിനു മുമ്പ് മദ്രാസ് പ്രസിഡൻസി ഗവർണർ തിരുവിതാംകൂർ മഹാരാജാവിനോട് അപേക്ഷിച്ചു. അവർക്ക് കൃഷി ആവശ്യത്തിനായി തിരുനെൽവേലി, മധുര, ഇപ്പോഴത്തെ ജില്ലകൾ, ആ ജില്ലകള് വലിയ വറുതിയിലാണ്. വേനലൊക്കെ വരുമ്പോൾ വലിയ അവിടെ ഒരു ഊഷര ഭൂമിയാണത്. അവിടെ കൃഷി ചെയ്യണോ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭൂമിയിൽ നല്ല കൃഷി ചെയ്യാനൊക്കെ ഉള്ളൂ. അങ്ങനെ ആ ഭൂമിയിലേക്ക് വെള്ളം കൊണ്ടുവരാൻ ചെല്ലുവാൻ തിരുവിതാംകൂർ മഹാരാജാവിനോട് അഭ്യർത്ഥിച്ചപ്പോൾ 1886 ആ കരാർ ഉണ്ടാകുന്നത്. ജലസേചനത്തിന് മാത്രമായിട്ട് വെള്ളം കൊണ്ടുപോകണം എന്ന കരാർ ഉണ്ടായി. ആ കരാറ് 99 വർഷത്തേക്കിനാണ് വെച്ചിരുന്നത്. പക്ഷേ ആ കരാർ നിലനിൽക്കെ തന്നെ ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 1947 ആ ആക്ട് പ്രകാരം സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കരാറ് അല്ലെങ്കിൽ പ്രസിഡൻസി ആയിട്ടുള്ള കരാറുകൾ അതൊക്കെ മാറ്റുവാനായിട്ട് സംസ്ഥാനങ്ങൾക്ക് രാജ്യത്തിന് അവകാശം ഉണ്ടായിരുന്നു. നമ്മൾ മാറ്റിയില്ല. അന്ന് കേരളം ഉണ്ടായില്ല. പക്ഷെ കേരളം ഉണ്ടായ ശേഷം കേരളം ഉണ്ടായല്ലോ. ആ കേരളം പിറവിക്ക് ശേഷം 1956 ആഗസ്റ്റ് 9 മുമ്പ് ഈ കേരളവും തമിഴ്നാടും തമ്മിലുള്ള കരാറുകൾ വേണമെങ്കിൽ നമുക്ക് മാറ്റാമായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ നിർഭാഗ്യവശാൽ അന്നും നമ്മൾ ആ കരാറൊന്നും മാറ്റാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് അച്യുതമേനോൻ സർക്കാർ വരുമ്പോൾ അത് ചിലപ്പോ ഒരു വലിയ മണ്ടത്തരമാണെന്ന് പറയാം. അച്യുതമേനോനെ കാര്യങ്ങളൊക്കെ പി സി ജോർജ് ഇവിടെ സൂചിപ്പിച്ചതാണ്. ഞാൻ പറയട്ടെ ചിലപ്പോ ഒരു മണ്ടത്തരമാണെന്ന് പറയാം, ചിലപ്പോ അതിന്റെ പിന്നിൽ വലിയ അഴിമതിയും കാണാം. അത് ഏതാണെന്നുള്ളത് നമ്മളിപ്പോ അതിനെക്കുറിച്ച് കൂലങ്കഷമായിട്ട് നോക്കുന്നില്ല. ഏതായാലും അന്ന് ഒരു വലിയ മണ്ടത്തരം കാണിച്ച് നമ്മൾ 999 വർഷത്തേന് ഈ കരാറ് പുതുക്കി കൊടുത്തു. പക്ഷേ അതിനിടയിലാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ ബഹുമാനപ്പെട്ട പി സി ജോർജ് ഒക്കെ അവിടെ ചെന്ന് പെറ്റീഷൻസ് കമ്മിറ്റിയൊക്കെ പോവുകയും അന്നൊക്കെ ഇത് പ്രശ്നങ്ങളായി. ഓരോ വിഷയങ്ങളും പ്രാധാന്യം അനുസരിച്ച് ഈ വിഷയം വന്നപ്പോഴാണ് താഴെ ഡാം പണിയുന്നതിനെ കുറിച്ച് ഉള്ള ആലോചന വന്ന്. അപ്പോഴും തമിഴ്നാട് സർക്കാർ പറയുന്നത് എന്താ, താഴെ ഡാം ഞങ്ങൾ പണിതു തരാം എന്ന് പറയുന്നു. പക്ഷേ ഈ കരാറ് ഈ ഡാം പൊട്ടിയാൽ ഈ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തത്തക്ക രീതിയിൽ ഒരു ഡാം പൊട്ടുന്ന സമയത്ത്, പൊട്ടുവാണെങ്കിൽ വെള്ളം കേരളത്തിലേക്കാണല്ലോ വരുന്നത്, ആ വരുന്ന വെള്ളം പിടിച്ചു നിർത്തി മറ്റൊരു വലിയ ദുരന്തം ഉണ്ടാകാതെ പറ്റുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ ഈ തമിഴ്നാടുമായിട്ടുള്ള കരാർ ഉൾപ്പെടെ പോകും. അപ്പൊ ആ രീതിയിലൊന്ന് ആലോചിക്കാനായിട്ട് അതിനുള്ള ഒരു ബുദ്ധി കേരളം കാണിക്കണം, അതിനുള്ള ഒരു ധൈര്യം കേരളം കാണിക്കണം. അപ്പൊ ഇപ്പൊ വിഷയം എന്താ, കഴിഞ്ഞ കുറെ നാൾ മുമ്പ് ഒരു ഒക്ടോബർ മാസത്തിലാണെന്ന് തോന്നുന്നു PJ ജോസഫ് സാറ് പറഞ്ഞു, എനിക്ക് കിടന്നുറങ്ങാൻ മേല, ഞാൻ സ്വപ്നം കാണുന്നു, മുഴുവൻ ജനങ്ങൾ, എന്റെ മുഴുവൻ ആൾക്കാർ ഒലിച്ചു പോകുന്ന സ്വപ്നം കാണുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് ആ സമയത്ത് കുറെ ചർച്ചയുണ്ടായി. അതിനു മുമ്പ് അവിടെ കുറെ ചർച്ചകളും സമരങ്ങളും ഒക്കെ നടന്നു. ഇത് ഓരോ സമയം ആട് കടിച്ചു പോകുന്ന പോലെ ചർച്ചകൾ വരുന്നു, ആ സമയത്ത് ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇത് ഈ ഏജൻസി നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് കൂടുന്നത്. പക്ഷെ നമുക്കിതൊരു ശാശ്വത പരിഹാരം വേണ്ടേ? ഞാൻ പറഞ്ഞു വരട്ടെ. ഈ ശാശ്വത പരിഹാരം കാണാൻ ഇപ്പൊ നമ്മളൊക്കെ ഓർക്കും, ഞാനും പല 2018 ദുരന്ത ഭൂമിയില് അവിടെ ബുദ്ധിമുട്ടുണ്ടായ സ്ഥലമൊക്കെ സേവാഭാരതിയുടെ പേരിൽ പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ നമുക്ക് വരുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. 2021 ഒക്ടോബർ മാസം 16 അന്നാണ് കൂട്ടിക്കല് ഈ വലിയ ദുരന്തം ഉണ്ടായത്, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത്. ആ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ ടൗണിൽ താമസിക്കുന്നവരൊക്കെ ഓർത്തു, സ്വാഭാവികമായിട്ടും അവിടെ വെള്ളം വരണമെങ്കിൽ മണിമലയാറിൽ, അതിന്റെ 4.5 കിലോമീറ്റർ താഴെ കിടക്കുന്ന മണിമലയാറിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അതൊരു വാട്ടർ ഡാമായി മാറിയാലേ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ കാഞ്ഞിരപ്പള്ളി ടൗൺ, ഞാൻ താമസിക്കുന്ന എനിക്ക് വീട് സഹിതം മുങ്ങിപ്പോയി ആ വെള്ളപ്പൊക്കം. വരുമ്പോഴേ നമ്മളെ ആൾക്കാർക്ക് ഇതിനെ ബോധ്യപ്പെടുകയുള്ളൂ. പക്ഷെ അങ്ങനെ ബോധ്യപ്പെടാൻ കേരളത്തിലെ ജനങ്ങള് അത് വരുന്നത് വരെ കാത്തിരിക്കാതെ ഇപ്പൊ തന്നെ ചെയ്യണം. ഇവിടെ പലരും പറയും മുല്ലപ്പെരിയാർ പൊട്ടിയാല് അത് വന്ന് ഇടുക്കി ഡാം പൊട്ടിയാലേ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയും. ഈ മല ചുരത്ത് നിൽക്കുമ്പോൾ വെള്ളം ഏതുവഴി വരുമെന്നൊന്നും പറയാൻ ഒക്കുകയില്ല. ഞങ്ങളൊക്കെ വിശ്വസിച്ചു മഴമലയാറ്റ് വെള്ളപ്പൊക്കം ഉണ്ടായ വരൂ, ഇത് KK റോഡ് വഴി വെള്ളം. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്റെ ചോദ്യം, ഈ സാഹചര്യം തരണം ചെയ്യാൻ ഒന്ന്, ഈ ജലം ജലങ്ങൾ തമ്മിലുള്ള തർക്കം, നമ്മുടെ നദികൾ തമ്മിലുള്ള തർക്കവും വെള്ളങ്ങൾ തമ്മിലുള്ള തർക്കവും ഒക്കെ സംസ്ഥാന അന്തര തർക്കങ്ങൾ തീരുമാനിക്കാൻ കേന്ദ്രത്തിലൊരു സമിതിയുണ്ട്. ആ സമിതി തീരുമാനം എടുക്കണം. ആ സമിതിയിൽ കേരളത്തിന്റെ കാര്യം ന്യായമായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിച്ചിട്ടില്ല. എന്തിനേറെ
ഈ നേരത്തെ ഒരു മുല്ലപ്പെരിയാർ കരാർ സംബന്ധിച്ച വിഷയമുണ്ടായപ്പോൾ ആ ഡാമില് 142 അടിയായി വെള്ളം പൊക്കി നിൽക്കുന്ന സമയത്ത് കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരു ജഡ്ജിയെ നിയമിച്ചു, തമിഴ്നാടിന്റെ പ്രതിനിധിയായിട്ട് ഒരു ജഡ്ജിയെ നിയമിച്ചു. കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് ജഡ്ജി പറഞ്ഞു ഞാൻ കേരളത്തിന്റെ പ്രതിനിധിയല്ല, ഇന്ത്യയുടെ പ്രതിനിധിയാണ്. നമുക്ക് ഈ കപട മതേതരത്വവും കപട ദേശീയതയും, ഞങ്ങളൊക്കെ ദേശീയവാദികൾ തന്നെയാണ്, പക്ഷെ ഈ കപട ദേശീയത കാണിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ കാര്യം പറയാൻ ആരുമില്ല. ആ പറയാനായിട്ട് ഒരു സംസ്കാരം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും, അതിനകത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൂടെ ഒരുമിച്ച് നിന്ന് ആ കാര്യത്തിൽ പറഞ്ഞു. ഇവിടെ സർവകക്ഷി, ഇവിടെ രാഷ്ട്രീയ കക്ഷികളൊക്കെ കൂടും, സർവകക്ഷി സമ്മേളനം നടക്കും, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെതിരെ പ്രമേയം പാസ്സാക്കാൻ ഇവരെല്ലാം ഒന്നാണ്. കേന്ദ്രത്തിൽ യൂണിഫോം സിവിൽ കോഡ് വരുന്നെന്ന് പറയുമ്പോൾ പ്രമേയം പാസ്സാക്കാൻ ഒന്നാണ്. അത് പോരാ, ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അവർക്ക് എതിരെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ കാണുമ്പോൾ ആ ദുരന്തങ്ങൾ നേരിടുവാനായിട്ട് കേരളത്തിലെ ജനങ്ങള്, രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് നിന്നാൽ അതിനുള്ള പരിഹാരം ഉണ്ടാവും. രാഷ്ട്രീയ കക്ഷികൾ എല്ലാം കൂടെ ഒരുമിച്ച് നിന്നാൽ, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് നിൽക്കുന്ന പോലെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളും മറ്റെല്ലാ കക്ഷികളും കൂടെ ഒരുമിച്ച് നിന്നാൽ അതിന് പരിഹാരം ഉണ്ടാവും. അത്തരത്തില് ഒരു നീക്കം കേന്ദ്രവുമായിട്ട് നടത്താനായിട്ട് കേരളത്തിലെ എല്ലാവരും കൂടെ ഒരുമിച്ച് തയ്യാറാകട്ടെ. അങ്ങനെ തയ്യാറായാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ മുല്ലപ്പെരിയാർ പ്രശ്നമൊക്കെ 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, വ്യക്തമാണ് ശ്രീ നോബൽ മാത്യു. എല്ലാ പാർട്ടികളും കൂടെ ഒന്നിച്ച് നിൽക്കണമെന്നൊക്കെയുള്ള ഒരു ആഹ്വാനത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷെ എന്റെ ചോദ്യം അതല്ലായിരുന്നു. BJPക്ക് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വീണ്ടും വരാം. അഡ്വക്കേറ്റ് റസൽ ജോയി. പറയാം. BJPക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവനെ കുറിച്ചുള്ള അതീവ ഗുരുതരമായ ആശങ്കയുണ്ട്, അതിനെക്കുറിച്ചുള്ള കരുതലുണ്ട്. ആ കരുതല് കേരളത്തിലെ ജനങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹവും കരുതലും ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലുള്ള ആശങ്കയും ആ കേരളത്തിലെ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കും. പക്ഷേ അതിന് പറ്റിയ ഇതൊരു സംസ്ഥാന വിഷയമാണ്. ആ സംസ്ഥാന വിഷയത്തിൽ അത്തരത്തിലുള്ള ഈ സംസ്ഥാനാന്തര തർക്കം, അത്തരത്തിലൊരു സമീപനം കേരളത്തിലെ ജനങ്ങൾ ഒന്നായിട്ട് എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അത് കേരളത്തിലെ ജനങ്ങളുടെ, കാരണം ഇവിടെ തമിഴ്നാടിന് ആശങ്കയൊന്നുമില്ല, കേരളത്തിൽ മാത്രമേ ആശങ്കയുള്ളൂ. കേരളത്തിലെ മാത്രമാണ് ദുരന്തത്തിന്റെ മുഖത്ത് നിൽക്കുന്നത്. ദുരന്തങ്ങൾ വീട്ടുമുറ്റത്തെത്തിയിരിക്കുന്നത് കേരളക്കാരുടെ അടുക്കല. അപ്പൊ അത് പരിഹരിക്കും. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തന്നെ കേന്ദ്രം നിൽക്കും. പക്ഷേ അതിനുള്ള അങ്ങേക്ക് എത്താനുള്ള ഒരു വഴി വെട്ടണമല്ലോ. ആ വഴി വെട്ടുവാനായിട്ട് കേരളത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കും. ഓക്കെ, ശ്രീ റസൽ ജോയി, ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ തുടക്കകാലത്ത് സമരമുഖത്തൊക്കെ വളരെ ജ്വലിച്ചു നിന്നിരുന്ന പല സമരസമിതി നേതാക്കന്മാരും ഒക്കെ പിന്നീട് അവരുടെ ശബ്ദം നേർത്ത് വരുന്നത് കാണുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നത് സത്യമാണെന്ന് അറിയത്തില്ല, അവരിൽ പലർക്കും തമിഴ്നാട്ടിൽ സ്വത്തും സ്ഥലങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ടെന്ന്. അത് വാസ്തവമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പലരുടെയും ശബ്ദമില്ലാതെയായി തീർന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് സൊല്യൂഷൻ, നമുക്കിതിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷ പ്രാപിക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ കക്കി ഡാം ഉണ്ട്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഡാമാണ്. കക്കി ഡാമില്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കക്കി ഡാമില് മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിനേക്കാൾ കൂടുതൽ വെള്ളമുണ്ട്. അപ്പൊ കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്ട്രോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചാൽ തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും, ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വൈദ്യുതിയും കിട്ടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുതിയ കരാറുണ്ടാക്കേണ്ടി വരും. ഇന്ന് തമിഴ്നാട് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു അവർക്ക് പ്രതിവർഷം 50,000 കോടി രൂപയുടെ ലാഭം ഈ മുല്ലപ്പെരിയാർ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നു. അതിൽ നിന്ന് ഒരു 10,000 കോടി എടുത്ത് കേരള ഖജനാവിലേക്ക് വെക്കേണ്ടി വരും. അതുപോലെ തന്നെ 438 കോടി രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ആ വൈദ്യുതി മൊത്തം നമുക്ക് തരേണ്ടി വരും, കാരണം തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് എന്താണ് മുതൽ മുടക്കൂ എന്ന് കൂടി ചിന്തിക്കാം. നോബൽ മാത്യു സാറ് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ എന്ന്. 35 പൈസ മതി. കേരളത്തിലെ 3.5 കോടി ജനങ്ങള് 35 പൈസ വീതം ഒരാള് 30 പൈസ വീതം എടുത്താൽ 100 കോടിക്ക് ഈ പരിപാടി അങ്ങ് തീരും. എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വം
അത്തരം വയബിൾ ആയുള്ള ഒരു സൊല്യൂഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. എനിക്ക് ശ്രീ പി സി ജോർജിനോട് ഒരു അമർഷമുണ്ട്. എന്താണെന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാണ്. കാരണം അദ്ദേഹം ഇപ്പൊ പറഞ്ഞു പെറ്റീഷൻസ് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു, ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് പോലും എവിടെയാണെന്ന് അറിയില്ല എന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ വീണു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടപ്പോ എന്തിനാണ് നിങ്ങൾ ഈ അബദ്ധം പറയുന്നത്? റിപ്പോർട്ട് 3 വെച്ച നിയമസഭയിലുണ്ട്. അത് കേരള നിയമസഭ വെച്ച് പാസ്സാക്കി ഗവൺമെന്റ് അംഗീകരിച്ചതാ. പിന്നെ അത് എവിടെയാന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നിയമസഭ സെക്രട്ടേറിയറ്റ് ചോദിക്കുക, അന്നേരം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ അബദ്ധം പറയരുത്. അല്ല, ഞാൻ പറയട്ടെ, എന്നിട്ടത് നടപ്പിലായോ? ഒരു ഗവൺമെന്റ് ആവണമെങ്കിൽ നടപ്പിലാവണ്ടേ? ഗവൺമെന്റാ നടപ്പിലാക്കേണ്ടത്, നിയമസഭാ കമ്മിറ്റി അല്ല നടപ്പാക്കുന്നത്. ആയിക്കോട്ടെ, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിന്റെ ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിന് നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരം ഒരു ഗവൺമെന്റ് കേരളത്തിൽ എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേറൊരു കാര്യം കൂടി ശ്രീ പി സി ജോർജിന്റെ അടുത്ത് എനിക്ക് പറയാനുണ്ട്. ബഹുമാനത്തോടു കൂടി തന്നെ പറയാണ്, 2018 ഞങ്ങൾ ആലുവക്കാരി വെള്ളത്തിൽ മുങ്ങി കിടന്നപ്പോ ഞാൻ തിരുവനന്തപുരത്ത് താങ്കളുടെ റൂമിൽ വന്നതാണ്, MLA ഹോസ്റ്റലില്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ താങ്കളോട്? സുപ്രീം കോടതിയിലെ കേസുണ്ട്, അന്താരാഷ്ട്ര വിദഗ്ധര് ഡാം പരിശോധിക്കണം എന്ന് പറഞ്ഞ കേസുണ്ട്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതിന് ആ കേസിനെ സപ്പോർട്ട് ചെയ്യണം കേരള ഗവൺമെന്റ്. അതിന് എന്ത് ചെലവ് വരാണെങ്കിലും കേരള ഗവൺമെന്റ് വഹിക്കണം എന്ന് പറഞ്ഞ് താങ്കൾ ഒരു പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. താങ്കൾ ആ MLA ഹോസ്റ്റലിലെ റൂമിൽ വെച്ച് എന്നോട് പറഞ്ഞത് അത് ഞാൻ നിശ്ചയമായിട്ടും ചെയ്യുന്നതാണ്. എന്തുകൊണ്ട്? എനിക്ക് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പാകെ താങ്കൾ പറയണം. എന്തുകൊണ്ട് താങ്കൾ അത്തരമൊരു, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ശ്രീ പി സി ജോർജ് സാർ, ഞാൻ പറയട്ടെ. താങ്കൾ ഒരു MLA എന്ന നിലയിൽ താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു കോളിംഗ് ഇൻ മോഷൻ നിയമസഭയിൽ അവതരിപ്പിക്കുക. ഇനിയിപ്പോ താങ്കൾക്ക് പാർട്ടിയില്ല, ഒറ്റയ്ക്കാണ്, താങ്കൾക്ക് ഒരു അഡ്ജോൺമെന്റ് മോഷൻ അവതരിപ്പിക്കാമായിരുന്നു. പ്രമേയം പ്രസ് ചെയ്താൽ വോട്ടിന് വരും. വോട്ടിന് വന്നു കഴിഞ്ഞാൽ ഈ 140 MLA-മാർക്കും ഒരഭിപ്രായം പറയേണ്ടി വരും. അത്തരം ഒരു സാഹചര്യത്തിൽ കേരള വിരുദ്ധരായിട്ടിരിക്കാൻ കേരളത്തിലെ 140 MLA-മാർക്കും കഴിയില്ല. പി സി ജോർജ് എന്ന് പറയുന്ന ഒരു MLA അത്തരം ഒരു കാര്യമെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങൾ കേരളമുള്ളിടത്തോളം കാലം താങ്കളെ സ്മരിച്ചാന്. ഞങ്ങളൊക്കെ താങ്കളുടെ അതാണ്. താങ്കളെ പോലുള്ള പൂഞ്ഞാറിലെ MLA ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന എന്തുകൊണ്ട് പറയാൻ സമയക്കേ. അല്ല പിന്നെ ഇങ്ങനെ നിയമസഭാ നടപടിക്രമം അറിയില്ലാത്ത നിങ്ങളോട് ഞാൻ എന്നെ വർത്തമാനം പറയാനാ? 2018 എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഞാൻ ഒറ്റ MLA വേറെ MLA കൂടത്തില്ല. എനിക്ക് സബ്മിഷൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് സബ്മിഷൻ ഒന്നുമില്ല. സ്പീക്കറുടെ സാക്ഷ്യം വേണം. റൂൾ 304 അനുസരിച്ച് സെക്ഷൻ കൊടുക്കണമെങ്കിൽ അവിടുന്ന് അനുവാദം കിട്ടണം. ഞാനിത് അതിലും വലുതല്ല, നിയമസഭാ കമ്മിറ്റി പാസ്സാക്കിയ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടോടെ പിന്നെ സബ്മിഷൻ എന്താ പ്രസക്തി? സബ്മിഷൻ എന്തൊരു പ്രസക്തി? റൂൾ 304 അതിലും വലുതല്ലേ? റൂൾ 50 കൊടുക്കാമല്ലോ. അത് വേറെയുള്ള കക്ഷി കൊടുക്കാൻ മേലെ. ഒരൊറ്റയാണ് സബ്മിഷൻ, ഒറ്റയാണ് ഒരിക്കലും അടിയന്തര പ്രമേയം കിട്ടാറില്ല. അത് നിയമസഭയിൽ ചില നടപടിക്രമമുണ്ട്. അത് മനസ്സിലാകാൻ നിങ്ങൾ വീശിയോർ കേട്ട കാര്യം, നിങ്ങൾ പറഞ്ഞ കാര്യം സഭയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ വലുതല്ലേ 3 നിയമസഭാ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ കിടപ്പുണ്ടല്ലോ, അതൊക്കെ നടപ്പാക്കണം പോലെ. പിന്നെ എന്താ വർത്താനം പറഞ്ഞേ? എല്ലാം വീശിയോരുടെ തലക്ക് എറിയും. ഇതാ കുഴപ്പം. ഈ മലയാളി എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു കുഴപ്പം ഇതാ. വഴിയെ പോകുന്നതിന് മുതത്ത് കയറുക, അല്ലാതെ കാര്യങ്ങളിലേക്ക് കടക്കല. മനസ്സിലായോ? നിങ്ങളെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ട. എന്റെ ജോലി ശക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, മുല്ലപ്രിയന്റെ പുറകിലെ ആ കുഴിക്കകത്തോട്ട് ഇറങ്ങാൻ ഒറ്റ ഒരു MLA പോലും ധൈര്യപ്പെട്ടില്ല. ഞാൻ ചാടി ഇറങ്ങിയവനാ. മനസ്സിലായി? ഇന്നലെ ഞാൻ ഇറങ്ങില്ല, എനിക്ക് പേടിയാ. അന്ന് ചെറുപ്പമാ. അങ്ങനെ കണ്ടത് തോടൊഴുകുന്ന ഒരു ഡാമിനകത്ത് വെള്ളം ഒഴുകുന്നത്. അതിനുശേഷമാണ് അവർ സ്തംഭം ചെയ്തത്. വേറെന്തോ പറയാം, സുർക്കി എന്ന് പറയുന്നത് സിമെന്റിനേക്കാൾ ശക്തമാണ്. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ആവർത്തിക്കുന്ന സങ്കടമുണ്ട്. എന്റെ ഈരാറ്റുപേട്ട പാലാ റൂട്ടുള്ള 3 കലിക്ക് പൊളിച്ച് ടെൻഡർ ചെയ്ത് പുതിയ പാലം പണിയാൻ. 2 എണ്ണം ഒരാഴ്ച കഴിഞ്ഞ് പൊളിച്ച് പണി തുടങ്ങി. 3ാമത് പണി കിടന്നിട്ടില്ല. ഞാനപ്പോ എനിക്ക് അരിശം വന്നു. വണ്ടി പോകാനല്ലോ, ബ്ലോക്ക് ചെയ്ത. ഞാൻ അപ്പുറേ വണ്ടിയെ കയറി അവിടെ ചെന്ന് നോക്കിയപ്പോ എന്നെ പൊട്ടിച്ചോണ്ടിരിക്കുക. ഇതെന്ത് പറ്റി? സുർക്കിയ പൊട്ടുകയറ. ഈ സുർക്കി എന്ന് പറയുന്നത് സിമെന്റ് അല്ല, കുമ്മായവും പിന്നെ അതിന് കൂടത്ത് വേറെ ഏതാണ്ട് തേനോ അങ്ങനെ ഏതാണ്ടൊക്കെ കുമ്മായും അതിന് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന സാധനം സുർക്കി. സിമെന്റിന്റെ 3 ഇരട്ടി ശക്തിയാണ്.
ഇവിടെ ഇടുക്കി നമ്മുടെ മുല്ലപ്പുഴ ഡാമും സുർഖി കൊണ്ടുണ്ടാക്കിയതാണ്. ആ സുർഖി അതാണ് തമിഴ്നാടിന് തന്റെ ഇടം. തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാരും തർക്കം പറഞ്ഞാൽ ഞങ്ങൾ പൊട്ടുകാലെന്ന്. അവരാ തന്റെ ഇടത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് കൊല്ലം 150 ആകുന്നു എന്നുള്ള എന്റെ പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഒരു ഡാം താഴോട്ട് പണിതാൽ അവർ തയ്യാറാണ്. തമിഴ്നാട് കാശ് മുടക്കിക്കൊള്ളാന്ന് പറയുന്നല്ലോ. പിന്നെ എന്തിനു വിഷമിക്കണം? അച്യുതമേനോൻ വെറുതെ അല്ല കൊടുത്തത്. അതുകൂടെ പറഞ്ഞേക്കാം കേട്ടോ. അച്യുതമേനോൻ കൊടുത്തത് വെറുതെ അല്ല. അച്യുതമേനോൻ അവിടെ വെള്ളത്തിന് 999 കൊല്ലത്തേക്ക് കൊടുത്തപ്പോ അവിടെ ഒരു MP-യും 5 MLA-മാരും CPIക്ക് ഉണ്ടായി. അല്ല അങ്ങനെ കാശ് മേടിച്ചതല്ല, പുള്ളി രാഷ്ട്രീയമായി ചെയ്തതാണ്. അത് ഞാൻ വിളിച്ച് പറയേണ്ടെന്ന് തീരുമാനിച്ചാണ്. പക്ഷെ പറയാതിരിക്കാൻ മേലാത്തതുകൊണ്ട് പറയാം. റസൽ ഇങ്ങനെ പറഞ്ഞോണ്ട് അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. CPI ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി ചെയ്തതാണ്. കേരളത്തിലെ ജനങ്ങൾ കാണിച്ച് ഏറ്റവും വലിയ ക്രൂരതയായിപ്പോയി. അതെന്ന് പറയാതിരിക്കേണ്ട ഒരു മാർഗമില്ല. പക്ഷേ 57 EMS കാലത്ത് പോലും തീരുമാനം ഉണ്ടാക്കാതെ, EMS തീരുമാനം എടുക്കാതെ വെച്ചിരുന്ന വിഷയത്തിലാണ് അച്യുതൻ തീരുമാനമെടുത്തത്. പിന്നെ ഒരു കാര്യം പറയാം, ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം. അതിന് കേരളസഭ പ്രമേയം പാസ്സാക്കണം. കേരളം ഒരു തവണ പ്രമേയം പാസ്സാക്കിയതാണ് നമ്മുടെ കാലത്ത്. ആ പ്രമേയം പാസ്സാക്കിയെങ്കിലും മുന്നോട്ട് പോയില്ല. വേറെ വലിയ ഗതികേട് നമ്മുടെ മലയാളിയുടെ മാന്യത. നമ്മളിവിടുന്ന് ഒരു റിട്ടയർഡ് ജഡ്ജിയാണ് ആ കമ്മിറ്റി ഇതിലേക്ക് ഇവിടുത്തെ ഡൽഹിയില്. അയാൾ അവിടെ ചെന്നേച്ച് പറഞ്ഞത് എന്താ, 142 അടിയാലും കുഴപ്പമില്ലെന്ന് പറയിച്ചു വന്നു മാന്യൻ. അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങളൊരു ജഡ്ജിയല്ലേ റിട്ടയർഡ്, നിങ്ങൾ കാണിച്ച മര്യാദയല്ലേ കേരളത്തിനോട് പറയേണ്ടതല്ലേ? അപ്പൊ അയാൾ പറഞ്ഞതെന്നറിയോ, ഞാൻ ദേശീയ കാഴ്ചപ്പാടാണ് ജീവിക്കുന്നത്. അവര് ഒടുക്കത്തെ ജീവിതമല്ലേ, ചത്തിട്ടിൽ ഇപ്പോഴും കോട്ടയത്ത്. എന്നെ ചെയ്യാൻ പറ്റും? നമ്മുടെ സർക്കാരിന്റെ കാശും കൊണ്ട് അവിടെ ചെന്ന് നമുക്ക് എതിരായിട്ട് പറയേണ്ടി വരിക. സങ്കടകരമാണ്. ഇപ്പൊ ഏക്കാമല കിടപ്പുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു, നമ്മള് ആ കാര്യത്തിൽ ഇനിയെങ്കിലും ഈയനം റസലീനം വർത്തമാനമൊന്നും കാര്യമില്ല. മാനമ്മനയായിക്ക് ഒരുമിച്ച് കൂടാൻ നോക്ക്. അല്ല ചുമ്മാ മനുഷ്യനെ മുഖത്ത് കയറ്റൊന്നും കാര്യമില്ല. എന്റെ മുഖത്ത് കയറി അങ്ങനെ പേടിക്കുന്നുണ്ടല്ലേ ഞാൻ? എനിക്ക് പേടിക്കാൻ, ഞാൻ ഒരുത്തന്നെ ഒരു പൈസ മേടിക്കാതെ ജീവിക്കുന്നതാണ്. സത്സന്ധം ഇത്ര നാളും ജീവിച്ചിട്ടുണ്ട്. ഒരുത്തന്റെ മുമ്പിൽ തലകുനിച്ചിട്ട് തലകുനിക്കും. ദൈവത്തിന്റെ മുമ്പിലല്ല ഒരുത്തന്റെ മുമ്പിൽ തലകുനിക്കില്ല, പേടിക്കണ്ട. ഞാൻ അങ്ങനെ പോവാണ്. അവിടെ റസലിനോട് ഇപ്പൊ കർത്താനം പറയേണ്ടി വന്നത്. അല്ലെ വേറെ ആരാണ് പറയാനല്ലോ. എനിക്കിത് പറഞ്ഞു പോകാൻ പറ്റൂ. നമുക്ക് ഇനി ചെയ്യാവുന്ന ഒറ്റക്കെട്ടായി ഒരുമിച്ച് ചെയ്യാവുന്നതുകൊണ്ട് എങ്ങനെ നമ്മുടെ അനന്തരച്ഛൻ പറഞ്ഞല്ലോ. അച്ഛൻ പറഞ്ഞതിനകത്ത് ഒരു വൈദികൻ എന്ന നിലയിൽ അങ്ങനെ പറഞ്ഞു. അച്ഛനോട് ബഹുമാനമുണ്ട്. അച്ഛൻ എന്നാലും നമ്മുടെ പിതാക്കന്മാർക്ക് സ്വല്പം കൂടി മുന്നോട്ട് വന്ന് നേതൃത്വം കൊടുക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാര്യത്തിൽ പിതാക്കന്മാർ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പിതാക്കന്മാർ നേതൃത്വം കൊടുത്ത ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റാളുകളും വരും. SNDP വെള്ളാപ്പള്ളി ഇടുക്കിയിലെ വെള്ളാപ്പള്ളി ഉണ്ടോ? പിന്നെ SNDPയിലെ ഏറ്റവും വലിയ നഷ്ടം വരാൻ പോകുന്നു. അതുപോലെ ഇവിടുത്തെ NSS നമ്മുടെ സുമാരൻ നായർ, മണിച്ചേട്ടൻ, അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം. അവരുടെ അടുത്തേക്ക് നമ്മൾ എല്ലാവരും കൂടെ പോയി ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി വളരെ ശക്തമായ നീക്കം ഉണ്ടാവും. അത് തന്നെയല്ല, ദൈവാനുഗ്രഹ നിമിഷം നോബൽ മാത്യു അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ ഏത് കാര്യത്തിലും ശരിയോടൊപ്പം നിൽക്കണമെന്ന് നിർബന്ധ ബുദ്ധിയിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന സമയമാണ്. നമുക്ക് ഇപ്പോ കേന്ദ്രത്തെ കൊണ്ട് നമുക്ക് അനുകൂലമായി തീരുമാനം എടുപ്പിക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയ സമയമാണിത്. അത് മുതലാക്കാൻ നല്ലവരായി എല്ലാവരും ഒന്നിച്ച് മുമ്പോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. എനിക്ക് ഫാദർ റോയ് കണ്ണഞ്ചിറ അച്ഛനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ PC ജോർജ് പറഞ്ഞതുപോലെ ക്രൈസ്തവ സഭാ നേതൃത്വം ഒരു മുൻകൈ എടുത്താൽ തീർച്ചയായിട്ടും അതിന് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. ബാക്കി എല്ലാവരും തന്നെ കൂടെ ചേർന്ന് നിന്ന് സമരമുഖത്തേക്ക് വരാനായിട്ട് അത് കാരണമായി തീരും. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എന്തുകൊണ്ട് നീങ്ങിക്കൂടാ? അതിന് ഇനി അമാന്തിക്കാൻ പാടുണ്ടോ ഫാദർ റോയ് കണ്ണഞ്ചിറ? നല്ല ഒരു ചോദ്യമാണ്. തീർച്ചയായും കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വിശുദ്ധ ചാവറ പിതാവിൽ നിന്ന് ആരംഭിക്കുകയാണ്. സാമൂഹികമായ എല്ലാ നവോത്ഥാനങ്ങളുടെയും തുടക്കത്തിൽ ക്രൈസ്തവ പുരോഹിതരുടെ നേതൃത്വമുണ്ട്. അത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കൂടിയായി. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ക്രൈസ്തവ പുരോഹിതർ പൊതുസമൂഹ നിർമ്മിതിയുടെ സഹകരണത്തിനായി കാഴ്ചവെച്ചത്. ചാവറ പിതാവിന്റെ സ്കൂളുകളിൽ, പള്ളിയോടൊപ്പം അദ്ദേഹം പണിത പള്ളിക്കൂടങ്ങളിൽ ഒരിക്കലും ക്രിസ്ത്യാനി കുട്ടികൾ മാത്രമായിരുന്നില്ലല്ലോ. ഇവിടെ PC ജോർജ് സാർ ഉൾപ്പെടെയുള്ളവര്, നോബൽ സാർ ഉൾപ്പെടെയുള്ളവർ നിരന്തരം ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറയാറുള്ളതാണ്. പൊതുസമൂഹത്തിന്റെ നിർമ്മിതിയായിരുന്നു, എല്ലാ മനുഷ്യർക്കും വേണ്ടിയായിരുന്നു. ആ കാഴ്ചപ്പാട് സഭയ്ക്ക് ഇന്നും ഉണ്ടാകണം. ഇവിടെ റസൂൽ ജോയി സാറ് ആദ്യം സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായൊരു പ്രസ്താവനയാണ്. സഭ ഇന്ന് പൊതുസമൂഹത്തിന്റെ രക്ഷയ്ക്ക് നേതൃത്വം കൊടുക്കാനുള്ള പ്രവാചക ദൗത്യം മറന്നുപോകുന്ന ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ നിന്ന് തിരിച്ചു വന്ന് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന്റെ
ഉന്നതിക്ക് വേണ്ടി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നേതൃത്വം കൊടുക്കുക തന്നെ വേണം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഇപ്പൊ പി സി ജോർജ് സാറ് പറഞ്ഞല്ലോ, ഇവിടെ നമ്മള് യഥാർത്ഥത്തിൽ കേരളത്തിനൊരു പൊതു മനസ്സ് രൂപീകരിക്കാൻ കഴിയും. അതാണല്ലോ പി സി അവസാനം പറഞ്ഞു നിർത്തിയത്. ഇപ്പൊ റസൂൽ ജോയി സാർ 8-10 വർഷമായി ഈ വിഷയവുമായിട്ട് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. സത്യത്തിൽ ഒരു ഒറ്റയാൻ നിലവിളിയാണ്. ഏത് പാർട്ടിക്കാരനാണ് താങ്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നിലവിളിക്ക് ഒരു മറുപടി ഉണ്ടാവും. താങ്കൾക്ക് പാർട്ടിയില്ല. അതാണ് താങ്കളുടെ നിലവിളിയുടെയും താങ്കളുടെ സത്യസന്ധമായ കണ്ടെത്തലുകളുടെയും അനാഥത്വത്തിന്റെ കാരണം എന്നാണ് എന്റെ ഒരു നിരീക്ഷണം. അപ്പൊ താങ്കൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ നിലവിളിക്കുന്നതെങ്കിൽ ആ പാർട്ടിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമായിരുന്നെങ്കിൽ ഇവിടെ ആ പാർട്ടിയെങ്കിലും സംഘടിച്ചേനെ. തമിഴ്നാട്ടിലേക്ക് നോക്കാം, ഇവിടെ ഇടയ്ക്ക് ചർച്ച വന്നല്ലോ. തമിഴ്നാട്ടിൽ ഏത് പാർട്ടിയുടെ ആവശ്യമാണ് കേരളത്തെ പ്രതിരോധിക്കുക എന്നുള്ളത്? ഇപ്പോൾ ഇവിടെ കത്തോലിക്ക സഭ ഈ ഒരു വിഷയത്തിന് നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെതിരെയാണ് പ്രതിരോധിക്കേണ്ടത്? തമിഴ്നാട്ടിനെതിരെയാണ് അല്ലെ? തമിഴ്നാടിന്റെ കാഴ്ചപ്പാട് മാറ്റി നമ്മുടെ ഈ കൂട്ടായ്മയുടെയും പൊതുസമൂഹ ബോധ നിർമ്മിതിയുടെയും ഒക്കെ ലക്ഷ്യം. അതിന് ഇവിടെ കത്തോലിക്ക സഭ തമിഴ്നാടിനെതിരെ പ്രതിരോധിച്ചാൽ നടക്കുമോ? ഇവിടെ പ്രതിരോധിക്കേണ്ടത് ആരാണ്? കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ മലയാളി മനസ്സാണ് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കേണ്ടത്. അതിന് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച നിരീക്ഷണങ്ങൾ പൊതുസമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുവരാം. ഈ ചർച്ച മങ്ങിപ്പോകാതെ. ഇപ്പൊ നാളെ രാവിലെ മറ്റൊരു വിഷയമുണ്ടായി, ഉടനെ എല്ലാ ചാനലുകളും അതിന്റെ പുറകെ പോയി. ഇവിടെ നോബൽ സാറ് പറഞ്ഞ പോലെ ഇവിടെ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടാകണമെങ്കിൽ കേരളം ഒരുമിക്കണം എന്ന് പറഞ്ഞതിനകത്ത് നമുക്ക് അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പക്ഷെ കേരളം ഒരുമിക്കില്ല. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ ഈ 2024 ഇലക്ഷനെ എങ്ങനെ ഇപ്പൊ ഈ ഒരു വിഷയം നമ്മൾ പൊതുവായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ഇത് ആരുടെ വിഷയമാണ്? ഇത് കത്തോലിക്കന്റെ വിഷയമാണോ? അങ്ങനെയാണെങ്കിൽ കത്തോലിക്കന്റെ വോട്ട് കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഈ വിഷയത്തെ പ്രൊജക്ട് ചെയ്യാം എന്ന് പറയുന്ന രീതിയിൽ വക്രീകരിക്കപ്പെട്ട സമൂഹ ബോധത്തെ വെച്ച് മാർക്കറ്റ് ചെയ്ത് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന വളരെ 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 വിഭാഗീയമായ രാഷ്ട്രീയ ബോധമാണ് ഇന്ന് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതെല്ലാ രാഷ്ട്രീയക്കാരുടെയും നിലനിൽപ്പിന്റെ വിഷയമായതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഇവിടെ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പല്ല, ഇവിടെ മലയാളിയുടെ നിലനിൽപ്പാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ തീർച്ചയായിട്ടും സഭ ഇക്കാര്യത്തിൽ നേതൃത്വം കൊടുക്കുക തന്നെ വേണം. അതിന് തീർച്ചയായിട്ടും സഭയുടെ നേതാക്കൾക്ക് അതിനുള്ള ആർജവം ഉണ്ടാകട്ടെ. അത് എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള സമഗ്രമായ ബോധവൽക്കരണത്തിന് സമൂഹ ബോധ നിർമ്മിതിക്ക്, വിഭാഗീയ ബോധ നിർമ്മിതിക്കല്ല, സമൂഹ ബോധ നിർമ്മിതിക്ക് സഭയ്ക്ക് സാധ്യമാകട്ടെ. അതിന് എല്ലാവരും കൈകോർക്കട്ടെ. അതൊരു വിഭാഗത്തിന്റെ അല്ല, ഒരു മതത്തിന്റെ അല്ല, ഒരു സമുദായത്തിന്റെ അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ല. നമ്മുടെ മലയാളി പൊതുസമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ഒരുമിക്കാം. അത്തരത്തിലുള്ള ഒരു ബോധത്തിന് നേതൃത്വം കൊടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ഒപ്പം ഞാൻ ഉൾപ്പെടുന്ന കത്തോലിക്ക സഭയ്ക്ക്, ക്രൈസ്തവ സമൂഹത്തിന് തീർച്ചയായും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഫാദർ റോയി കണ്ണഞ്ചിറ ഈ ചർച്ചയിൽ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് സമൂഹത്തിലെ എല്ലാ നേതൃത്വങ്ങളും, അത് കത്തോലിക്ക സഭാ നേതൃത്വം മാത്രമല്ല, എല്ലാ സമുദായ നേതൃത്വങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ എല്ലാവരും ഒരുമിച്ച്, ഈ പൊതുജനം ഒരുമിച്ച് കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയ ഭീകരമായ ഈ വിഷയത്തിൽ അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ മുന്നിട്ടിറങ്ങുവാനായിട്ട് സാധിക്കട്ടെ. ചർച്ചകൾ അവസാനിക്കുന്നില്ല. നമ്മൾ വീണ്ടും ഇതേ വിഷയത്തിൽ തന്നെ ഷെക്കേന ബിഗ് ഡിബേറ്റ് മുൻകൈയെടുത്ത് ഇതുപോലെയുള്ള ചർച്ചകൾ ഇനിയും സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് ചെയ്യും. ഏതായാലും ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് റസൽ ജോയി, ഫാദർ റോയി കണ്ണഞ്ചിറ, ശ്രീ പി സി ജോർജ്, അഡ്വക്കേറ്റ് നോബൽ മാത്യു, 4 പേർക്കും വളരെ നന്ദി.